Welcome back. Learn Tally in simple method. Accounts group in Tally. അക്കൗണ്ട്സ് ഗ്രൂപ്പിനെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു. പ്രത്യേകിച്ച് അക്കൗണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടാലിയിലെ ഡീഫോൾട്ട് ആയിട്ടുള്ള 28 അക്കൗണ്ട്സ് ഗ്രൂപ്പാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറേ ആളുകൾ മെസ്സേജ് ചെയ്തു. അക്കൗണ്ടിങ് ബേസിക്സ് ഒക്കെ പഠിച്ചു വരുന്ന ആളുകളാണ്. അതുകൂടാതെ ചില കാര്യങ്ങളൊക്കെ ഏതിൻ്റെ അണ്ടറിലാണ് ചെയ്യേണ്ടത്, ചില എക്സ്പെൻസ്, ഇൻകം, ലയബിലിറ്റി, അസറ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിരുന്നു. തീർച്ചയായും എല്ലാവർക്കും വേണ്ടി അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ. അപ്പം നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഷിയാബ്സ് അക്കാഡമി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ടാലിയിലെ അഡ്വാൻസ് കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെയിൽ ചെയ്യാം. shihabsacademy@gmail.com എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നവർ തീർച്ചയായും നിങ്ങൾ മുൻ എപ്പിസോഡുകളൊക്കെ കാണുക. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് പ്രയോജനം ചെയ്യുമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഇൻ ടാലി? അപ്പം ടോട്ടൽ 28 അക്കൗണ്ട്സ് ഉണ്ട്. ഇതിൽ അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഇൻ ടാലി നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വരും? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരും. ആ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോ എന്നുള്ള മെനു, അക്കൗണ്ട്സ് ഇൻഫോ എന്നുള്ള മെനു എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ രണ്ട് കാര്യങ്ങൾ കാണാം: സിംഗിൾ, മൾട്ടിപ്പിൾ. ആ സിംഗിൾ മെനു ഉണ്ടാവും, മൾട്ടിപ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും. ആ മൂന്നിടത്തും എന്തുണ്ടാവും? ക്രിയേറ്റ്, ഡിസ്പ്ലേ, ഓൾട്ടർ എന്ന് കാണാം. അപ്പോൾ നമുക്ക് ടാലിയിൽ അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം. ടാലി നമ്മൾ ഓപ്പൺ ചെയ്തു. ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ഇൻഫോ മെനുവിലായിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്പനി ലോഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. നമുക്ക് സെലക്ട് കമ്പനി എടുക്കാം. നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള മെനുവിലേക്ക് വന്നു. അവിടെ അക്കൗണ്ട്സ് ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ്, ലെഡ്ജർ, വൗച്ചർ ടൈപ്പ്, ക്വിറ്റ്. അതിൽ നമ്മൾ എന്തെടുക്കുന്നു? ഗ്രൂപ്പ് എടുക്കുന്നു. അതിൽ രണ്ട് ഓപ്ഷൻ: സിംഗിൾ, ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ. ഞാനിപ്പോൾ എഴുതി കാണിച്ച് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ. അതിൽ മൂന്നിലും എന്തുണ്ടാവും? ക്രിയേറ്റ്, ഡിസ്പ്ലേ, ഓൾട്ടർ എന്ന് പറയുന്ന 3 മെനു ഉണ്ടാവും. ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ, ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ, ഒന്ന് ഓൾട്ടർ ചെയ്യാൻ. മൾട്ടിപ്പിൾ ഗ്രൂപ്പിലും അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും ഓൾട്ടർ ചെയ്യാനും ഉണ്ട്. അതിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പിൻ്റെ ഡിസ്പ്ലേ ഞാൻ എടുക്കുന്നു. ആ ഡിസ്പ്ലേയിലാണ് നമുക്ക് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ടാവുക. ഓൾ ഐറ്റംസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്ര ഗ്രൂപ്പുണ്ട്. 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ്. ആ 28 അക്കൗണ്ട്സ് ഗ്രൂപ്പിൽ ആദ്യത്തെ 15 നമ്പർ ഇറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി ഗ്രൂപ്പാണ്. കണ്ടോ? ബാക്കിയാണ് സബ് ഗ്രൂപ്പ്. ബാക്കി 13 സബ് ഗ്രൂപ്പുകളാണ്. ഈ 15 and 13 ടോട്ടൽ എത്രയുണ്ട്? 28 അക്കൗണ്ട്സ് ഗ്രൂപ്പുണ്ട്. അതിൽ ക്യാപിറ്റലിനൊരു സബ് ഗ്രൂപ്പുണ്ട്, ലോൺസ് ലയബിലിറ്റിക്ക് 3 സബ് ഗ്രൂപ്പുണ്ട്, കറണ്ട് ലയബിലിറ്റീസിന് 3 സബ് ഗ്രൂപ്പുണ്ട്, കറണ്ട് അസറ്റിന് 3 സബ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ എന്തൊക്കെയാണെന്നൊന്നുകൂടെ ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ, ലോൺസ്, കറണ്ട് ലയബിലിറ്റി, ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പിന് അണ്ടറിലായിട്ട് എന്തൊക്കെ വരുമെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഗ്രൂപ്പ്സ് ഇൻ ടാലി ഞാനിപ്പോൾ ഒരു ടേബിളായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ അല്ലേ. ഒരു ടേബിളിനകത്ത് ലയബിലിറ്റീസ് ഉണ്ട്, അസറ്റ് ഉണ്ട്, താഴെ എക്സ്പെൻസ്, ഇൻകം, അങ്ങനെയാണ്. ക്യാപിറ്റലിന് താഴെ ഒരു സബ് ഗ്രൂപ്പ് റിസർവ് ആൻഡ് സർപ്ലസ്. അതിന് ഞാൻ 1 എന്ന് തന്നെയാണ് ഇട്ടേക്കുന്നത്. സെക്കൻഡ്, ലോൺസ് ലയബിലിറ്റിക്ക് എത്രയുണ്ട്? 3 സബ് ഗ്രൂപ്പുകളുണ്ട്: ബാങ്ക് ഓഡി, സെക്യൂർഡ് ലോൺ, അൺസെക്യൂർഡ് ലോൺ. കറണ്ട് ലയബിലിറ്റീസിന് 3 സബ് ഗ്രൂപ്പുകളുണ്ട്: ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്, പ്രൊവിഷൻ, സൺട്രി ക്രെഡിറ്റേഴ്സ്. ദെൻ അസറ്റ് സൈഡിൽ വരുന്നത് ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, കറണ്ട് അസറ്റിന് എത്ര സബ് ഗ്രൂപ്പുകളുണ്ട്? 6 സബ് ഗ്രൂപ്പുകളുണ്ട്: ക്യാഷ്, ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ഡെപ്പോസിറ്റ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ദെൻ ബ്രാഞ്ച് ഓർ ഡിവിഷൻസ്, മിസലേനിയസ് എക്സ്പെൻസസ്, സസ്പെൻസ് അക്കൗണ്ട്. എക്സ്പെൻസിന് 3 ഉണ്ട്: പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, അതിനെ എക്സ്പെൻസസ് ഡയറക്റ്റ് എന്നും പറയാം.
ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, അതിനെ എക്സ്പെൻസസ് ഇൻഡയറക്റ്റ് എന്നും പറയും. ദെൻ ഇൻകം, സെയിൽസ്, ഡയറക്റ്റ് ഇൻകത്തിനെ ഇൻകം ഡയറക്റ്റ് എന്ന് പറയും. അടുത്ത 15ാമത്തത് ഇൻഡയറക്റ്റ് ഇൻകം ഇൻഡയറക്റ്റ് എന്നും പറയും. ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ നോക്കാം. നമുക്ക് ആദ്യമേ ക്യാപിറ്റൽ എന്നുള്ള ഗ്രൂപ്പിൽ ഏതൊക്കെ ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ചെയ്യാം, ഇക്വിറ്റി ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്. ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. എല്ലാ ക്യാപിറ്റലും, ഫേമിൻ്റെ എല്ലാ ക്യാപിറ്റലും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, അതുകൂടാതെ ഡ്രോയിങ്സും കൂടെ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ ക്യാപിറ്റലിനൊരു സബ് ഗ്രൂപ്പ് ഉണ്ട്, അതാണ് റിസർവ് ആൻഡ് സർപ്ലസ്. ഈ റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ഷെയർ പ്രീമിയം. ചിലവർക്ക് അറിയില്ല ഷെയർ പ്രീമിയം എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അത് റിസർവ് ആൻഡ് സർപ്ലസിലേക്കാണ് കൊടുക്കേണ്ടത്. അടുത്തത് ലോൺസ്, ലയബിലിറ്റീസ്. എല്ലാ ടൈപ്പ് ഓഫ് ലോൺസും നമ്മൾ ഇതിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു 3 സബ് ഗ്രൂപ്പുകളുണ്ട്. അത് ലോൺസിനുള്ള 3 സബ് ഗ്രൂപ്പുകളിൽ ഒന്ന് ബാങ്ക് OD അല്ലെങ്കിൽ ബാങ്ക് OCC എന്ന് പറയും, ഓവർ ക്യാഷ് ക്രെഡിറ്റ് എന്നുള്ള ഇതാണ്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് വരുവാണെങ്കിൽ ബാങ്ക് OD എന്നുള്ള ഗ്രൂപ്പുണ്ട്. നമ്മുടെ ഫേമിന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട എവിടെയാണ്, ഏത് ഗ്രൂപ്പിലാണ്? ബാങ്ക് OD എന്നുള്ള ഗ്രൂപ്പിലേക്കാണ് കൊടുക്കേണ്ടത്. അടുത്തത് സെക്യൂർഡ് ലോണാണ്. സെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത് ടേം ലോൺ ആൻഡ് അതർ പ്രീമിയം ഓർ ലോങ് ടേം ലോൺ ലൈക്ക് ഡിബഞ്ചേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലോങ് ടൈമിലേക്ക് വരുന്ന ലോണുകളെയൊക്കെയാണ് സെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത്. ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ ലോൺ എടുക്കുമല്ലോ, ചിലപ്പം ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ അല്ലേ, അങ്ങനെയുള്ള വലിയ ലോണുകളൊക്കെയാണ് സെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത്. മറ്റൊന്ന് അൺസെക്യൂർഡ് ലോണാണ്. അൺസെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത് ലോൺ ഫ്രം ഔട്ട്സൈഡ് പേഴ്സൺ, ഡയറക്ടേഴ്സ്, പാർട്ടീസ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് നമ്മൾ ഫിനാൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിക്കും ഇല്ലേ, അതൊക്കെ അൺസെക്യൂർഡ് ലോൺ എന്നുള്ള ഇതിലേക്ക് വരും. അപ്പോൾ ലോൺ എന്ന് പറയുന്നതിനകത്ത് 3 സബ് ഗ്രൂപ്പുകളുണ്ട്. 3 സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ബാങ്ക് OD, സെക്യൂർഡ് ലോൺ, അൺസെക്യൂർഡ് ലോൺ. അടുത്ത 3ാമത്തതാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്ന കാര്യം. കറണ്ട് ലയബിലിറ്റീസിൻ്റെ അകത്ത് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസിനകത്ത് വരുന്നത്. ഇതിനുമുണ്ട് എന്ത്? 3 സബ് ഗ്രൂപ്പുകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. നമുക്ക് വാറ്റും GSTയും IGSTയും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് ഒക്കെ ഏതിനകത്താണ് വരുന്നത്? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിനകത്താണ് വരുന്നത്. അടുത്തത് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ പോലെയുള്ള കാര്യങ്ങളാണ് പ്രൊവിഷൻസ് എന്ന് പറയുന്ന ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. അടുത്തത് സൺട്രി ക്രെഡിറ്റേഴ്സ്. നമ്മുടെ സപ്ലൈസിൻ്റെയും വെണ്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽസൊക്കെ എന്തായിട്ട് കൊടുക്കും? സൺട്രി ക്രെഡിറ്റേഴ്സായിട്ട് കൊടുക്കും. അപ്പം ലോൺസ് ലയബിലിറ്റിക്കകത്ത് എത്ര സബ് ഗ്രൂപ്പുകളുണ്ട്? 3 എണ്ണം. ബാങ്ക് OD, സെക്യൂർഡ് ലോൺ, അൺസെക്യൂർഡ് ലോൺ. കറണ്ട് ലയബിലിറ്റീസിനകത്ത് 3 സബ് ഗ്രൂപ്പുകളുണ്ട്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്, പ്രൊവിഷൻസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്. ക്യാപിറ്റലിന് ഒരു സബ് ഗ്രൂപ്പുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ്. ഓക്കെ. അടുത്തത് ഫിക്സഡ് അസറ്റ്, മെയിൻ ഒരു ഗ്രൂപ്പാണ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേമിൻ്റെ എല്ലാ ഫിക്സഡ് അസറ്റ്സും ഇതിൽ പോവും. ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിംഗ്, ഗുഡ് വിൽ, പേറ്റന്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദി കമ്പനി. നമ്മുടെ കമ്പനി എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഹെഡിലേക്ക് പോകണം. അടുത്തത് കറണ്ട് അസറ്റാണ്. ഈ കറണ്ട് അസറ്റിന് 6 സബ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഓൾ കറണ്ട് അസറ്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അതുകൂടാതെ സ്പെസിഫിക് ആയിട്ട് 6 സബ് ഗ്രൂപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. 6 സബ് ഗ്രൂപ്പുകളല്ലാതെ ഏതെങ്കിലും കറണ്ട് അസറ്റുകൾ വരികയാണെങ്കിൽ ഡയറക്റ്റ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്താൽ മതി. അതിൽ ഒന്ന് ബാങ്ക് അക്കൗണ്ടാണ്. എല്ലാ ബാങ്ക് അക്കൗണ്ട് ലൈക്ക് കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, അങ്ങനെ നമ്മുടെ ഫേമിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾക്കെല്ലാം വേണ്ടി ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അത് ഏതിൻ്റെ അണ്ടറിലാണ്? കറണ്ട് അസറ്റിൻ്റെ സബ്ബായിട്ടാണ് വന്നേക്കുന്നത്. അടുത്തത് ക്യാഷ് ഇൻ ഹാൻഡ്. നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 28 ഗ്രൂപ്പ് കൂടാതെ നമുക്കൊരു ലെഡ്ജർ കൂടെ കിട്ടും. 2 ലെഡ്ജർ, ഒന്നല്ല 2 ലെഡ്ജർ. ഒന്ന് ക്യാഷും ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ്.
അപ്പോൾ ക്യാഷ് ഓൾറെഡി ഉണ്ടാവും, ഏതിൻ്റെ അണ്ടറിൽ, ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും, സിസ്റ്റം ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ പെറ്റി ക്യാഷും ക്യാഷ് അറ്റ് ബ്രാഞ്ചും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ക്യാഷുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്കിതിൽ കൊടുക്കാം. അടുത്തത് ഡിപ്പോസിറ്റ്സ് ആണ്. ഓൾ ഡിപ്പോസിറ്റ്സ് ഓഫ് ദി കമ്പനി, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, കറണ്ട് ഡെപ്പോസിറ്റ്സ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്സ്, നമ്മൾ ചിലപ്പോൾ ഫേമിന് റെൻറ്റ് ഡെപ്പോസിറ്റ്സ് ഒക്കെ കൊടുക്കും, അതൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അടുത്തത് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അസറ്റ്സ് ആണ്. നമ്മൾ സാലറി അഡ്വാൻസ് കൊടുക്കുന്നതൊക്കെ ഇതിൻ്റെ അണ്ടറിലാണ് വരേണ്ടത്. അഡ്വാൻസ് ഫോർ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റ്സിന് നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു അഡ്വാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. ലോൺസ് ടു എംപ്ലോയീസിന് നമ്മൾ ലോൺ കൊടുക്കും. അഡ്വാൻസ് ഫോർ വർക്ക് കോൺട്രാക്റ്റ്, അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വരും, ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസറ്റ്സിൽ വരും. അടുത്തത് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആണ്. ഇതൊരു സ്പെഷ്യൽ ഗ്രൂപ്പാണ്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞൊരു ഭാഗമാണ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്. ഓക്കെ, അടുത്തത് സൺട്രി ഡെറ്റേഴ്സ്, നമ്മുടെ ഫേമിൻ്റെ കസ്റ്റമേഴ്സ്. അപ്പോൾ കറണ്ട് അസറ്റിൽ നമുക്ക് എത്ര സബ് ഗ്രൂപ്പുകളുണ്ട്? 6 എണ്ണം. ബാങ്ക്, ക്യാഷ്, ഡെപ്പോസിറ്റ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, സൺട്രി ഡെപ്റ്റേഴ്സ്. അടുത്തത് ബ്രാഞ്ച് ഓർ ഡിവിഷൻ. നമ്മുടെ ഫേമിനൊരു സിസ്റ്റർ കൺസേൺ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു ഡിവിഷനൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായിട്ട് നമ്മൾ ചെയ്യും? ബ്രാഞ്ച് ഓർ ഡിവിഷൻ എന്നുള്ള രീതിയിൽ ചെയ്യും. മിസ്സെല്ലേനിയസ് എക്സ്പെൻസസ്, അത് അസറ്റാണ്. പ്രീ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ്, പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രീ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് എന്നൊക്കെ പറയും. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രാരംഭ ഘട്ടങ്ങളിൽ കമ്പനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അതിനെ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് മിസ്സെല്ലേനിയസ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സസ്പെൻസ് അക്കൗണ്ട്, എനി സസ്പെൻസ് ലെഡ്ജർ ടു റെക്കോർഡ് ദ എമൗണ്ട് പെയ്ഡ് ഓർ റിസീവ്ഡ് ടെമ്പററിലി. നമ്മളിപ്പം ഒരാൾക്ക് ഒരു അഡ്വാൻസ് കൊടുത്തു, ട്രാവലിംഗ് എക്സ്പെൻസസ് ഒരു 500 രൂപ കൊടുത്തു, അയാൾ പിന്നീടോ അത് സെറ്റിൽ ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിലേക്ക് പോകും? സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അടുത്തത് പർച്ചേസ് അക്കൗണ്ടാണ്. ഈ പർച്ചേസ് അക്കൗണ്ട് ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യുന്നത് ടാക്സബിളും നോൺ ടാക്സബിളുമായിട്ടുള്ള പർച്ചേസും പർച്ചേസ് റിട്ടേൺ ലെഡ്ജറുമാണ് ഈ പർച്ചേസ് അക്കൗണ്ട് ഗ്രൂപ്പിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസസ്, വേജസ്, ട്രാൻസ്പോർട്ടേഷൻ, പ്രൊഡക്ഷൻ പർപ്പസ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ടാലിയിൽ ഗ്രൂപ്പിൽ വേറൊരു പേരും കൂടിയുണ്ട് ഇതിന്, എക്സ്പെൻസസ് ഡയറക്റ്റ് എന്ന് പറയും. അടുത്ത ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആണ് ഇതിൽ കൂടുതലും ഉണ്ടാവുക. സെയിൽസ് അക്കൗണ്ട്, അത് ടാക്സബിൾ ആൻഡ് നോൺ ടാക്സബിൾ സെയിൽസും സെയിൽസ് റിട്ടേണുമാണ് സെയിൽസ് അക്കൗണ്ടിൽ ഉണ്ടാവുക. അടുത്ത ഡയറക്റ്റ് ഇൻകം, ഇതിന് മറ്റൊരു പേര് ഇൻകം ഡയറക്റ്റ് എന്നും കൂടെ പറയും. കൺസിഡർ ഫോർ ഗ്രോസ് പ്രോഫിറ്റ്, നമ്മൾ സെയിൽസ് അല്ലാതെ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വരുന്നത് ഗ്രോസ് പ്രോഫിറ്റുമായി അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണെങ്കിൽ അത് ഡയറക്റ്റ് ഇൻകമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അടുത്തത് ഇൻഡയറക്റ്റ് ഇൻകമാണ്. ഇതിനെ ഇൻകം ഇൻഡയറക്റ്റ് എന്നും കൂടെ വിളിക്കും. കമ്മീഷൻ റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് പോലുള്ള ഇൻഡയറക്റ്റ് ഇൻകം കൂടെ നമ്മളിതിൽ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ ടോട്ടൽ 15 ഗ്രൂപ്പ് പ്രൈമറിയും ബാക്കി 13 സബ് ഗ്രൂപ്പുമാണ്. അങ്ങനെയാണ് നമ്മൾ 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ് കണ്ടത്. ഇങ്ങനെ ടോട്ടൽ നമ്മൾക്ക് എത്ര അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ടാലിയിൽ അക്കൗണ്ട്സ് ഗ്രൂപ്പ് 28 നമ്പർ. വേണമെന്നുണ്ടെങ്കിൽ അഡീഷണലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഡീഫോൾട്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 28 ഗ്രൂപ്പുണ്ട്. അതിൽ 15 പ്രൈമറിയും 13 സബ് ഗ്രൂപ്പുമാണ്. ബ്രാക്കറ്റിൽ 13 നമ്പർ കാണിച്ചിട്ടുണ്ട്, ബ്രാക്കറ്റ് ഇല്ലാതെ ഞാൻ 15 നമ്പറും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ഗ്രൂപ്പ്സ് ഉണ്ട് ടാലിയിൽ? 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ്, 15 നമ്പർ ഈസ് പ്രൈമറി, 13 സബ് ഗ്രൂപ്പ്. ടാലിയിൽ നമുക്ക് ഈ ഗ്രൂപ്പുകൾ ഒന്നുകൂടെ നമുക്ക് കാണാം. അപ്പം ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ട്സ് ഇൻഫോ, ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ ഗ്രൂപ്പിൻ്റെ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ഓൾ ഐറ്റംസ് എന്ന് കാണാം. ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ 28 ഗ്രൂപ്പ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് ടാലിയിലെ ഗ്രൂപ്പ്. ഇതിലേക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ലെഡ്ജറും നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ടാലിയിലെ അക്കൗണ്ട്സ് ഗ്രൂപ്പിനെ കുറിച്ച് വ്യക്തമായൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ താഴെ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ്.